എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു വഴുതനങ്ങ തേങ്ങാപ്പാൽ കറിയാണ്. ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. വഴുതനങ്ങക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വയലറ്റ് കളറിലെ വഴുതനങ്ങയാണ്. ഇത് എൻ്റെ വീട്ടിലൊരു ടെറസിന്റെ ടോപ്പിലൊരു ചെറിയ വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്, അതിലുണ്ടായ വഴുതനങ്ങയാണ്. ഞാൻ ഈ സൈസിലുള്ള 5 വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 200-250 ഗ്രാം കാണും. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ള കളറിലെ വഴുതനങ്ങ ഉപയോഗിച്ചും ഈ കറി ഉണ്ടാക്കാം. ഇനി നമുക്ക് വഴുതനങ്ങ ഇതുപോലെ കനം കുറച്ച് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. വഴുതനങ്ങ അരിഞ്ഞതിന് ശേഷം നമുക്കത് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വഴുതനങ്ങ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് നീളത്തിൽ മുറിച്ചത്, കറിവേപ്പില, സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വലിയ ജീരകം, ചെറിയ ജീരകം, ഗ്രാമ്പ്, ഏലക്ക, പട്ട, ഉപ്പുപൊടി, നെയ്യ്, വിനാഗിരി, ആവശ്യത്തിന് എണ്ണ. എടുത്തു വെച്ചിരിക്കുന്ന ഈ മസാലകൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഞാൻ ഇതുപോലുള്ള കല്ലിലിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് കല്ലൊന്നും ഇല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്താലും മതി. ഇപ്പോൾ മസാലകളെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പൊടിച്ചെടുത്ത മസാലയിലേക്ക് നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകും കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി വെക്കണം. ഇനി നമുക്ക് വഴുതനങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ വഴുതനങ്ങ കഷ്ണങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ട് നല്ലതുപോലെ 2 സൈഡും വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം വറുക്കാനായിട്ട്. വഴുതനങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ തിരിച്ചു മറിച്ചുമിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ വഴുതനങ്ങ നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ടിഷ്യൂ പേപ്പർ ഇട്ട് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള വഴുതനങ്ങയും ഇതുപോലെ വറുത്തെടുക്കണം. കറിക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാലാണിത്. 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാലും 1/2 കപ്പ് രണ്ടാം പാലും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഫ്രഷ് തേങ്ങാപ്പീര മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അത് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കോക്കനട്ട് പൗഡറോ ടിന്നിൽ കിട്ടുന്ന തേങ്ങാപ്പാൽ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. കറി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണയുടെ ഒപ്പം ഞാനിവിടെ കുറച്ച് നെയ്യും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. നെയ്യും കൂടി ഉപയോഗിക്കുമ്പോഴത്തേക്കും കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നല്ലതുപോലെ വഴറ്റണം. സവാള ഒരു 2 മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് നല്ലതുപോലെ വീണ്ടും വഴറ്റണം. ഇപ്പോൾ സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ കുതിർത്ത് വെച്ചിരിക്കുന്ന മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റാം. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം. വിനാഗിരിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചാറ് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ പാൻ ഒന്ന് മൂടി ഈ ഗ്രേവി ഒന്ന് തിക്കാകാനായിട്ട് അനുവദിക്കണം. നമുക്ക് മൂടി മാറ്റി നോക്കാം. ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 പാലും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. 1/4 പാൽ ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഈ വഴുതനങ്ങ കറി നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ വളരെ ടേസ്റ്റിയായ വഴുതനങ്ങ പാലുകറി റെഡിയായി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ചൂടോടുകൂടെ ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ വളരെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.